ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് മ്യൂസിക് കേൾക്കും, കിളികളുടെ സൗണ്ട്. പിന്നെ ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ കളിക്കുകയാണ്, അപ്പോൾ അവരുടെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാറി നിന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് മോണിറ്റൈസേഷൻ ആയ ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. സ്കിൻ കെയർ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക്. ഫസ്റ്റ് പറയാനുള്ള അലോവേര ജെല്ല്, പിന്നെ പറയുന്നത് ഇതൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പറയുന്ന അലോവേര ജെല്ലും, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ. ഈ രണ്ട് സാധനം വെച്ചാണ് നമ്മളിന്ന് സ്കിൻ കെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് അലോവേര ജെല്ല് പൊട്ടിക്കാം. ഇവിടെ കിട്ടാനില്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. വീട്ടിലുള്ള സാധനം വെച്ച് തന്നെയാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ അലോവേര എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് വെയിലൊക്കെ ആയ ശേഷം നമ്മുടെ അലോവേര അങ്ങനെ എന്താ പറയുക മുരടിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് തൽക്കാലം ഇന്നൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, എനിക്ക് ഭയങ്കര ക്ഷാമമാണെന്ന് നമുക്ക് ആകെ കിട്ടിയത് ഇത്രയാട്ടോ. അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ജെല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ജെല്ല് മാറ്റിയെടുക്കാം. ആദ്യം കിട്ടിയത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇത് ഭയങ്കര കറയൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ സ്കിന്നിലൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അലോവേര പൊട്ടിച്ചതും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറ പോകുന്നവരിൽ നിന്ന് അപ്പോൾ അലോവേര ജെല്ല് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ അലോവേര ജെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്ന തോതിലാട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് ഏകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഒന്ന് വെളിച്ചെണ്ണ, ഒന്ന് അലോവേര ജെല്ലാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിട്ട് അടിച്ചാൽ മതി. പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ച് നന്നായി അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ നന്നായി അടിച്ചു കൊടുത്ത ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. വാഷ് ചെയ്ത ശേഷം മാത്രമേ ഈ പാക്ക് ഇടാൻ പാടുള്ളൂ. ഈ പാക്ക് നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് നന്നായിട്ട് ആദ്യം കഴുകണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫേസിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താ മോനെ, ഇവിടെ വേണ്ട, അവിടെ പോയി കളിച്ചാൽ മതി കൊണ്ടെടുത്തിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ അലോവേര ജെല്ലും ഈ വെളിച്ചെണ്ണയോട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും ഒരു കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കളയാം കേട്ടോ. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ അവസാനം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്ലൈ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല. നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി കളയാനേ പാടുള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല, പറയാം കേട്ടോ. റിസൾട്ട് വേറൊന്നുമല്ല, നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ മാറാനും അതുപോലെ തന്നെ മുഖത്തിന് തിളക്കം കിട്ടാനും ഈ പാക്ക് അടിപൊളിയാട്ടോ. അവിടെ വെയിലും എൻ്റെ മുഖത്തൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നല്ല. ഇങ്ങനെ കുരു വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പൊട്ടിച്ച് കളിച്ചിട്ട് അതിൻ്റെ പാട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അടുത്ത പാക്ക് ഞാൻ അത് കളയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് കളയല്ല, നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുണി വെച്ച് ഒപ്പി കളയട്ടോ വേണ്ടത്. അങ്ങനെ ഒപ്പി കളഞ്ഞിട്ട് നന്നായിട്ട് കളയണം, അല്ലെങ്കിൽ എണ്ണമെഴുക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവും.
അപ്പോൾ നന്നായിട്ട് കളയുക കേട്ടോ. ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. നമ്മൾ ഒരുപാട് ക്രീമൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മുഖത്ത് ചുളിവ് വീഴും. പെട്ടെന്ന് നമ്മൾ ചുളിവ് വീഴുക, അതുപോലെ തന്നെ ഫേസ് ഡാമേജ് ആവാനൊക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും അതിൻ്റെ റിസൾട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.